കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലിൽ ഇട്ടിരുന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. നമ്മുടെ താഴെ സിറ്റൗട്ടിലിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് വിങ്ക പ്ലാന്റും കുറച്ച് പെറ്റൂണിയ, മില്യൻ മിൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ ഒരു തുടക്ക പോർഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ എൻഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ മില്യൻ ബെൽസിൻ്റെ പ്ലാന്റാണ്. ഞാൻ പറഞ്ഞല്ലോ, പെറ്റൂണിയ പോലെ അത്രയും സെൻസിറ്റീവ് പ്ലാന്റ് അല്ല മില്യൻ ബെൽസ്, എങ്കിലും പ്രൊപ്പഗേഷൻ രണ്ടും ഒരുപോലെയാണ് കേട്ടോ, കുറച്ച് പാടാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. പിങ്ക് വൈറ്റ് നല്ല ബുഷി ആയിട്ട് തന്നെ ആ പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്രമേൽ കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ മില്യൻ മിൽസ് നമുക്ക് ഇതുപോലെ ബുഷി പ്ലാന്റ് ആക്കി എടുക്കാം കേട്ടോ. പെറ്റൂണിയയുടെ അത്രയും കെയറിങ് വേണമെന്ന് പറഞ്ഞാൽ അത്രയും വേണ്ട, എന്നാലും ഈക്വലായിട്ട് അതിന് തുല്യം നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ കെയറിങ്. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൽ ചെറിയൊരു ഡാമേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ശ്രദ്ധ തെറ്റിയാൽ പെറ്റൂണിയ പോലെ തന്നെയാണ് മില്യൻ മിൽസും പെട്ടെന്ന് ഇല്ലാണ്ടായി പോകുന്നത്. ആ ഒരു വയലറ്റിൻ്റെ സൈഡിൽ കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു ബേബി പിങ്കിനകത്ത് ഒരു ലൈറ്റ് പിങ്ക് വരുന്ന, ലൈറ്റല്ല കുറച്ച് ഡാർക്ക് പിങ്ക് ഇങ്ങനെ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു മില്യൻ ബെൽസ് പ്ലാന്റ്. അതൊക്കെ ഇങ്ങനെ നമ്മുടെ കാലാവസ്ഥയായിട്ട് സെറ്റ് ആവാതെ കുറേയൊക്കെ നശിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ നശിച്ച് പോകുന്നതിനനുസരിച്ച് പിന്നെയും നമ്മൾ പ്ലാന്റ്സിനെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ. നമ്മുടെ പെർസിമോണും JJB ഒക്കെയാണ് അതിൻ്റെ വെറൈറ്റിയുടെ നൈമെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ നമ്മുടെ വിങ്ക പ്ലാന്റിനെ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമുക്കതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 5 സീഡ് വീതം കൊടുക്കുമെന്ന്. നമ്മളിതിൽ സീഡ് ഇപ്പോൾ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. ആകുമ്പോൾ ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ അന്നേരം തരാം കേട്ടോ. ഒരു പ്ലാന്റാണ്, 2 കളറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഈ ലൈറ്റ് കളറിൽ നിന്ന് ആ ഡാർക്കർ ഷെയ്ഡിലോട്ട് അത് മാറുവേ. ഇത് വന്നിട്ട് നമ്മുടെ മില്യൻ ബെൽസിൻ്റെ ഒരു പ്ലാന്റ്, എന്തോരം ബുഷായിട്ട് വന്ന പ്ലാന്റാണ് നോക്കിയോ. അത് പെട്ടെന്ന് നിന്ന നിപ്പിൽ തന്നെ അങ്ങ് പോയി. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ലാവണ്ടർ വൈറ്റ് ആണ് കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് പ്ലാന്റാണ് ഈ ലാവണ്ടർ വൈറ്റും ബർഗൻഡി വൈറ്റും ഒക്കെ കേട്ടോ. ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഐവറിയുടെ ഒരു പെറ്റൂണിയാണ് കേട്ടോ. ജിഫിയിലാണ് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത്. ജിഫിയിലുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ പോട്ടിലേക്ക് എങ്ങനെ വെച്ച് ഈ ഒരു രീതിക്ക് ആക്കി വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വൈറ്റിൻ്റെ ഡബിൾ പെറ്റലാണ് കേട്ടോ, നാടനാണ്. ഇതിൻ്റെ ഒരു വയലറ്റ് ഡബിൾ പെറ്റൽ ഉണ്ടായിരുന്നു, അത് ഇല്ലാണ്ടായി പോയി. ഇപ്പം നമ്മൾ പുതിയ പ്ലാന്റിനെ ആക്കി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഫ്ലവറിങ് ആകുമ്പോൾ അതെല്ലാം വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ കുഴപ്പമില്ലാതെ നമ്മുടെ ഈ ഉള്ളിലേക്ക് കിടക്കുന്ന, സിറ്റൗട്ടിനുള്ളിൽ കിടക്കുന്ന പെറ്റൂണിക്കൊന്നും കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. വെയിൽ അധികം ഏൽക്കുന്നില്ലെങ്കിലും ചൂടത്ത് ഇത് രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് വാടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈവനിങ് ടൈം ആകുമ്പോൾ വെള്ളം കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഒന്നത് ഉണർന്നിങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായി ലീവ്സൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഐവറി പെറ്റൂണിയാണ്. ഫ്ലവറിങ് വന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡാർക്കർ ഷെയ്ഡിലോട്ട് പോകും. അതാണ് ഐവറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെറ്റൂണിയാസാണ് ഐവറിയും റെഡും ഒക്കെ കേട്ടോ. പെറ്റൂണിയാസ് എല്ലാം തന്നെ ഇഷ്ടമാണെങ്കിലും കുറച്ചും കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് റെഡും ഐവറിയൊക്കെയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൻ്റെ നൈം ബോർഡാണ്. നമ്മൾ വീട് വെച്ച് താമസമായപ്പോൾ നമ്മൾ 3 പേരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ദക്ഷുവിൻ്റെ പേരും കൂടി ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഈ നൈം ബോർഡൊന്ന് മാറ്റണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുറച്ച് മില്യൻ ബെൽസ് നമ്മുടെ സിറ്റൗട്ടിൻ്റെ മറുവശത്ത് കിടക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ഇത് വൈറ്റ് മില്യൻ ബെൽസാണ്. കുറച്ച് ബുഷിയായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്റ്റെം പ്രൊപ്പഗേഷൻ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് പാടാണിത്. പിന്നെ ഇത് വന്നിട്ടൊരു പിങ്ക് വൈറ്റ് ആണ്. താഴെ കിടക്കുന്നത് ഒരു സിംഗിൾ പെറ്റലിൻ്റെ ആണ് കേട്ടോ, സിംഗിൾ ഫ്ലവറാണ്. അപ്പോൾ അത്യാവശ്യം ഈ വൈറ്റ് മാത്രമാണ് നമുക്കിങ്ങനെ ബുഷായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു ലാവണ്ടർ വൈറ്റ് വെറൈറ്റിയാണ്. ഇത് ബുഷാവുന്നതിൽ കുറച്ചിങ്ങനെ ലെങ്ത്തിൽ പോകുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ഏതാ കളറെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് നമ്മൾ കുറച്ചധികം പേരിൽ നിന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യുമ്പോൾ ഏതാ വെറൈറ്റീസും കാര്യങ്ങളൊന്നും നമുക്ക് ഫ്ലവറിങ് ആയാലേ അറിയത്തുള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ജിനി ചേച്ചിയുടെ നിന്ന് വാങ്ങിയിട്ടുള്ള യെല്ലോ മില്യൻ ബെൽസാണ്. സിംഗിൾ പെറ്റലാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിയുടെ നിന്ന് കിട്ടിയപ്പോൾ എനിക്കിത് പോയില്ല എന്ന് പറഞ്ഞൊക്കെ കിട്ടിയത്. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം എങ്ങനെയൊക്കെയോ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ജിനി ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പെറ്റൂണി അല്ല കേട്ടോ, സോറി, മില്യൻ ബെൽസാണേ.